ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ട്രേസർ ഓവർസിയർ തേർഡ് ഗ്രേഡ് ആവശ്യമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. നമ്മൾ എടുത്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 45/2011 ആണ്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ RPM ഓഫ് ആൻ എഞ്ചിൻ ഈസ് n, the number of working strokes per minute in the case of 4-stroke IC engine will be equal to. First of all, 4-stroke IC engine എന്താന്ന് നോക്കാം. സോ ഇതാണ് ഒരു 4-stroke എഞ്ചിൻ. 4-stroke പെട്രോൾ എഞ്ചിൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡീസൽ എഞ്ചിൻ ആയിരുന്നുവെങ്കിൽ അതിന് സ്പാർക്ക് പ്ലഗിന് പകരം അവിടെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ പ്ലേസ് ചെയ്ത്, അത്രേ ഉള്ളൊരു വ്യത്യാസം. ഇപ്പൊ ഞാൻ ഈ ജനറൽ ആയിട്ട് 4-stroke എഞ്ചിനകത്ത് പറയുമ്പോൾ അതിന് 4 സ്ട്രോക്കുകളാണുള്ളത്. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ഓരോ സ്ട്രോക്ക് വിധം നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻടേക്ക് സ്ട്രോക്ക്. ഇൻടേക്ക് സ്ട്രോക്കിന്റെ പ്രത്യേകത, ഇൻടേക്ക് വാൽവിലൂടെ അല്ലെങ്കിൽ ഇൻലെറ്റ് വാൽവിലൂടെ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ ഡ്രോൺ ചെയ്യും, അകത്തേക്ക് കയറ്റി വിടും. അകത്തേക്ക് കയറ്റി വിടുമ്പം എക്സോസ്റ്റ് വാൽവ് എന്താണ്, ക്ലോസ്ഡ് ആണ്. അപ്പൊ ടോപ്പ് ഡെഡ് സെന്ററിൽ ഇരുന്ന പിസ്റ്റൺ ഇപ്പം ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ആദ്യത്തെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തു, ഒരു 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇൻടേക്ക് സ്ട്രോക്കിൽ നടക്കുന്നത്. ഇൻടേക്കിൽ എന്താണ്, എയർ ഫ്യൂവൽ മിക്സ്ചറിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ആദ്യത്തെ 180 ഡിഗ്രി എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക്. ഇനി അകത്തേക്ക് കയറിയ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യണം. അപ്പൊ ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന പിസ്റ്റൺ എന്ത് ചെയ്തു, മുകളിലേക്ക് ആ ഒരു എയർ ഫ്യൂവൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ബോട്ടം ഡെഡ് സെന്ററിൽ നിൽക്കുന്ന പിസ്റ്റൺ മൂവ്സ് ടു ദ ടോപ്പ് ഡെഡ് സെന്റർ. അങ്ങനെ വരുമ്പോൾ സമയത്ത് വാൽവുകൾ രണ്ടും എന്ത് തന്നെയാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അനദർ ആയിട്ടുള്ള ഒരു 180 ഡിഗ്രി എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഫുൾ 360 ഡിഗ്രി എന്ത് ചെയ്തു, കംപ്രഷൻ സ്ട്രോക്ക് വരുമ്പം ക്രാങ്ക് എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് പവർ സ്ട്രോക്ക്. പവർ സ്ട്രോക്കിലേക്ക് വരുമ്പോൾ ആ ഒരു സ്ട്രോക്കിൽ വെച്ചാണ്, ഇവിടെ ഇപ്പം പെട്രോൾ എഞ്ചിൻ ആണ് എങ്കിൽ സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്തു, ഇഗ്നീറ്റ് ചെയ്ത് കൊടുത്തു. ഇഗ്നീറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഈ മുകളിലാണ് ഇപ്പം പിസ്റ്റൺ നിൽക്കുന്നത്. ആ മുകളിൽ നിൽക്കുന്ന ടോപ്പ് ഡെഡ് സെന്ററിലുള്ള പിസ്റ്റൺ എന്ത് ചെയ്യും, മൂവ് ടുവേർഡ്സ് ദ ബോട്ടം ഡെഡ് സെന്റർ. ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്തു. ആ ഒരു സമയത്താണ് വർക്കിംഗ് നടക്കുന്നത്. ആ എഞ്ചിനകത്ത് വർക്കിംഗ് നടക്കുന്നത് എന്ന് പറയുന്നത് ഈ സ്പാർക്ക് പ്ലഗ് ഇഗ്നേറ്റ് ചെയ്ത് അകത്തുള്ള ആ ഒരു എയർ ഫ്യൂവൽ മിക്സ്ചർ കത്തി തുടങ്ങുമ്പോഴാണ് എക്സ്പോഷൻ ഫോഴ്സ് കാരണം പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പം അവിടെ എന്ത് ചെയ്യും, വർക്ക് നടന്നു. ഈ സമയത്ത് വാൽവുകൾ രണ്ടും എന്താണ്, ക്ലോസ്ഡ് കണ്ടീഷനിലാണ്. സോ അങ്ങനെ താഴോട്ടേക്ക് വീണ്ടും മൂവ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, എഗെയിൻ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു സമയത്താണ് ഒരു വർക്ക് നടന്നു എന്ന് പറയുന്നത്, ഒരു വർക്കിംഗ് സ്ട്രോക്ക് നടന്നു അല്ലെങ്കിൽ വർക്കിംഗ് നടന്നു എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ്. നെക്സ്റ്റ് വൺ ആണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അകത്ത് എന്ത് ചെയ്തു, അകത്ത് ബേണിംഗ് നടന്നു. ബേണിംഗ് അല്ലെങ്കിൽ കമ്പഷൻ നടന്നു കഴിയുമ്പോൾ അതിനൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്, എന്താണ്, ഒരു എക്സോസ്റ്റ് ആയിട്ടുള്ള ഗ്യാസുകൾ. ഇത് വെളിയിലേക്ക് കളയണം. ഇത് വെളിയിലേക്ക് കളയാൻ വേണ്ടി എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ടിട്ട് എക്സോസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ്, ബേൺഡ് ആയിട്ടുള്ള ഗ്യാസുകൾ ഈ ഒരു എൻജിൻ സിലിണ്ടറിൽ നിന്ന് വെളിയിലേക്ക് കളയണം. അതിനുവേണ്ടി ബോട്ടം ഡെഡ് സെന്ററിൽ നിൽക്കുന്ന പിസ്റ്റൺ എന്ത് ചെയ്തു, ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും അനദർ ക്രാങ്ക് ഷാഫ്റ്റ് 180 ഡിഗ്രി എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഇത് വീണ്ടും എക്സോസ്റ്റ് ഗ്യാസ് വെളിയിലേക്ക് പോയി. ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആണ്, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ടിട്ടേക്കുവാണ്. സോ ഇത്രയുമാണ് 4-stroke എഞ്ചിന്റെ സ്ട്രോക്സ് എന്ന് പറയുന്നത്. ആ സ്ട്രോക്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ട്രോക്കും 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ അതിനകത്ത് 360 ഡിഗ്രി എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ എത്ര 360 ഡിഗ്രീസ് റൊട്ടേറ്റ് ചെയ്തു. ഒരു ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം റെവല്യൂഷൻ ചെയ്തപ്പോഴാണ് ഒരു വർക്കിംഗ് സ്ട്രോക്ക് കിട്ടിയത്, അല്ലെ? അപ്പം ഇത് നോക്കുവാണെങ്കിൽ ഒരു പവർ സ്ട്രോക്ക് നമുക്ക് കിട്ടണമെങ്കിൽ 2 റൊട്ടേഷൻ ക്രാങ്ക് ഷാഫ്റ്റ് ചെയ്യണം, അല്ലെ? 2 പ്രാവശ്യം 360 + 360 ചെയ്തപ്പോഴാണ് ഒരു പവർ സ്ട്രോക്ക് 4-stroke എഞ്ചിനകത്ത് കിട്ടുന്നത്. സോ അങ്ങനെയാണ് പറയുവാണെങ്കിൽ 2 റെവല്യൂഷൻ ചെയ്താലാണ് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. അപ്പൊ n റെവല്യൂഷന് എത്ര പവർ സ്ട്രോക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എന്ത് എളുപ്പമായിട്ട് N/2 പവർ സ്ട്രോക്ക് എന്ന്.
കാര്യം മനസ്സിലായോ? 2 റെവല്യൂഷനിലാണ് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. അപ്പൊ n റെവല്യൂഷനിൽ എത്ര പവർ സ്ട്രോക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻസർ ഈസ് n/2, ഹാഫ് ആയിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഫ് ദ RPM ഓഫ് ആൻ എഞ്ചിൻ ഈസ് n, ദ നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ് ഇൻ കേസ് ഓഫ് 4 സ്ട്രോക്ക് IC എഞ്ചിൻ വിൽ ബി ഈക്വൽ ടു, ആൻസർ എന്ത് വരും? n/2. Velocity ratio of belt drive if n1 equal RPM of driver pulley, n2 RPM of driven pulley, d1 diameter of driver pulley, d2 diameter of driven pulley. അപ്പോൾ ആദ്യം നമുക്ക് ബെൽറ്റ് ഡ്രൈവിന്റെ വെലോസിറ്റി റേഷ്യോ ഒന്ന് നോക്കാം. വെലോസിറ്റി റേഷ്യോ ഓഫ് എ ബെൽറ്റ് ഡ്രൈവ്, അതിനകത്ത് ആദ്യത്തെ 1 എന്ന് റെപ്രസെന്റ് n1 d1 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡ്രൈവർ പുള്ളിയാണ്. ഓക്കെ, ഡ്രൈവർ പുള്ളിയുടെയാണ് n1 d1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഡ്രിവൺ പുള്ളിയുടെയാണ് n2 d2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ വെലോസിറ്റി റേഷ്യോയുടെ ഒരു ഇക്വേഷൻ ആണ് VR ഈക്വൽ ടു സ്പീഡ് ഓഫ് ഡ്രിവൺ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ. സ്പീഡ് ഓഫ് ഡ്രിവൺ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ ഇങ്ങനെ കാണാൻ പഠിച്ചാൽ മതി, നമുക്ക് ആ ഇക്വേഷൻ എഴുതാൻ പറ്റും. n എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എത്രമാത്രം റൊട്ടേറ്റ് ചെയ്തു, റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡയമീറ്റർ. ഡയമീറ്ററിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ RPM ഓഫ് ഏത് ടൈപ്പ് പുള്ളിയാണെന്ന് വെച്ചാൽ അതിന്റെ റെവല്യൂഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡയമീറ്റർ. സോ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. n2/n1 ഈക്വൽ ടു d1/d2. ഞാൻ പറഞ്ഞു ഈ പ്രൊപ്പോർഷണാലിറ്റി ഓർത്താൽ മതി. n ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d ആണെങ്കിൽ n2/n1 ഈക്വൽ ടു d1/d2 ആണ്. സോ അപ്പം വെലോസിറ്റി റേഷ്യോ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് എന്ത് ആൻസർ വരും? ആൻസർ ഓപ്ഷൻ എ, n2/n1 ഈക്വൽ ടു d1/d2. The difference between the maximum and minimum limits of a size is called. Options ഓരോന്ന് വീതം നോക്കാം. ഫസ്റ്റ് ആണ് ഡീവിയേഷൻ. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ algebraic difference between a size to its corresponding basic size. ഒരു ബേസിക് സൈസ് ഒരെണ്ണത്തിനുണ്ട്, അതും അതിന്റെ സൈസും തമ്മിൽ അതിന്റെ algebraic ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡീവിയേഷൻ. ഓക്കെ, അത് മാക്സിമം ആവാം, മിനിമം വാല്യൂ ആവാം, അല്ലെങ്കിൽ 0 വാല്യൂസ് വരാം. അതുകൊണ്ടാണ് പോസിറ്റീവ്, നെഗറ്റീവ് അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡീവിയേഷൻ എന്താണ്? ഇറ്റ് ഇസ് എ algebraic difference between a size to its corresponding basic size. അതിനകത്ത് ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഡീവിയേഷൻ ഉണ്ട്, അപ്പർ ഉണ്ട്, ലോവർ ഉണ്ട്. ഫസ്റ്റ് അപ്പർ നോക്കാം. അപ്പർ ഡീവിയേഷൻ. അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് algebraic difference between maximum limit of size and corresponding basic size. ഓക്കെ, മാക്സിമം ലിമിറ്റ് ഓഫ് സൈസും അതിന്റെ കറസ്പോണ്ടിങ് ബേസിക് സൈസും തമ്മിലുള്ള algebraic ഡിഫറൻസിനെയാണ് അപ്പർ ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് ലോവർ ഡീവിയേഷൻ. ലോവർ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മിനിമം ലിമിറ്റ് ഓഫ് സൈസും അതിന്റെ കറസ്പോണ്ടിങ് ബേസിക് സൈസും തമ്മിലുള്ള algebraic ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ലോവർ ഡീവിയേഷൻ. ലാസ്റ്റ് വൺ ആണ് ടോളറൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു മാക്സിമം ലിമിറ്റും ഉണ്ട്, മിനിമം ലിമിറ്റ്, ഒരു സൈസിന്റെ മാക്സിമവും മിനിമം ലിമിറ്റ്സും ഉണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ടോളറൻസ്. അതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് എ സൈസ് ദാറ്റ് ഈസ് കോൾഡ് ടോളറൻസ്. സോ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് എ സൈസ് ഈസ് കോൾഡ്, ആൻസർ എന്ത് വരും? ടോളറൻസ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ടോളറൻസ്. The software that controls the CPU and peripheral like keyboard, disk drives, screen, mouse etc. are called. ഒരു സോഫ്റ്റ്വെയർ ആണ് CPU-നെ പെരിഫറൽ ആയിട്ടുള്ള ഡിവൈസസ് ലൈക്ക് കീബോർഡ്, ഡിസ്ക് ഡ്രൈവ്സ്, സ്ക്രീന്, മൗസ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷണൽ സോഫ്റ്റ്വെയർ. സോ ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേഷണൽ സോഫ്റ്റ്വെയർ. Pick up the incorrect statement from the following. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മെയിൻലി പറഞ്ഞിരിക്കുന്നത് ക്യൂൻ ബോസ്റ്റിനെ കുറിച്ചും കിങ് ബോസ്റ്റിനെ കുറിച്ചുമാണ്. സോ അതുകൊണ്ട് ആദ്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. കിങ് പോസ്റ്റ് ആദ്യം നോക്കാം. കിങ് പോസ്റ്റിന്റെ പ്രത്യേകത അവിടെ ഉപയോഗിക്കുന്ന സ്പാൻ 5 to 8 meters ആണ്.
താഴെയുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ ടൈ ബീം എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ കാണാൻ പറ്റും, അതിനെയാണ് സ്ട്രട്ട് എന്ന് വിളിക്കുന്നത്. ഇതാണ് കിങ് പോസ്റ്റിൽ ഓർത്തിരിക്കേണ്ടത്. അതേപോലെ ഫിഗർ കണ്ടാൽ അറിയാം, അതിനകത്ത് ഒരു വെർട്ടിക്കൽ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു വെർട്ടിക്കൽ പോസ്റ്റ് മാത്രമേ കിങ് പോസ്റ്റിനകത്തുള്ളൂ. ഇനി ക്യൂൻ പോസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 8 to 12 മീറ്റർ സ്പാൻസിലായിരിക്കും ക്യൂൻ പോസ്റ്റ് ട്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ക്യൂൻ പോസ്റ്റുകളെ കണക്ട് ചെയ്തിട്ടുള്ള മുകളിലുള്ള ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ സ്റ്റെയിനിങ് ബീം എന്നാണ് വിളിക്കുന്നത്. മുകളിലുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെയിനിങ് ബീം എന്നും താഴെയുള്ളതിനെ സ്റ്റെയിനിങ് സിൽ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ക്യൂൻ പോസ്റ്റ് ട്രസ്സിനകത്ത് 2 വെർട്ടിക്കൽ പോസ്റ്റുകളാണ് കൺസിസ്റ്റ് ചെയ്യുക. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, 2 വെർട്ടിക്കൽ പോസ്റ്റുകൾ അതിനകത്തുണ്ട്. കിങ് പോസ്റ്റിനകത്ത് ഒരെണ്ണമാണ്, ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ആണുള്ളത്. ക്യൂൻ പോസ്റ്റിനകത്ത് 2 വെർട്ടിക്കൽ പോസ്റ്റ് ആണ് ഉള്ളത്. ഉപയോഗിക്കുന്ന സ്പാന് ആദ്യത്തെ കിങ് പോസ്റ്റ് പറഞ്ഞ 5 to 8 മീറ്റർ ആണ്, രണ്ടാമത്തേനകത്ത് 8 to 12 മീറ്റർ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇതിൽ നിന്നും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി വരും. ഇൻ എ ക്യൂൻ പോസ്റ്റ് ട്രസ് 1 വെർട്ടിക്കൽ പോസ്റ്റ് ഈസ് യൂസ്ഡ്. ആയിരുന്നോ? ക്യൂൻ പോസ്റ്റിനകത്ത് എത്ര വെർട്ടിക്കൽ പോസ്റ്റ് ആയിരുന്നു? 2 വെർട്ടിക്കൽ പോസ്റ്റുകളായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. The formwork from the side of beams can be removed after. IS 456 ഒരു പ്രൊവിഷൻ ആണ്. ഫോംവർക്കിന്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ഈ ഫോംവർക്ക് റിമൂവലിന്റെ മിനിമം പീരീഡ്. ഫസ്റ്റ് വൺ ആണ് വെർട്ടിക്കൽ ഫോംവർക്ക് ടു കോളംസ്, വോള്, ബീം. കോളമില്, വോളില്, ബീമിലുള്ള വെർട്ടിക്കൽ ഫോംവർക്ക് റിമൂവ് ചെയ്യുന്നതിന് 16 തൊട്ട് 24 അവർ, ദാറ്റ് മീൻസ് 1 day, ഒരു ദിവസമായിരിക്കും ആ സമയം എടുക്കുന്നത്. നെക്സ്റ്റ് വൺ സോഫിറ്റ് ഫോംവർക്ക് ടു സ്ലാബ്സ്, അതിന് 3 days ആണ്. ആൻഡ് സോഫിറ്റ് ഫോംവർക്ക് ടു ബീം, അത് 7 days ആണ്. ആൻഡ് പ്രോപ്സ് ടു സ്ലാബ്, അതിന്റെ സ്പാനിങ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. സ്പാനിങ് അപ് ടു 4.5 മീറ്റർ ആണെങ്കിൽ 7 days, സ്പാനിങ് ഓവർ 4.5 ആണെങ്കിൽ 14 days. ഇനി പ്രോപ്സ് ടു ബീംസ് ആൻഡ് ആർച്ചസ്, അതിന്റെ സ്പാനിങ് അപ് ടു 6 മീറ്റർ ആണെങ്കിൽ 14 days, സ്പാനിങ് ഓവർ ദാൻ 6 മീറ്റർ ആണെങ്കിൽ 21 days. ഈ ഫോം വർക്കും മിനിമം സ്ട്രക്കിംഗ് പീരീഡും ഇമ്പോർട്ടന്റ് ആണ്. ദ ഫോം വർക്ക് ഫ്രം ദ സൈഡ്സ് ഓഫ് ബീം ക്യാൻ ബി റിമൂവ്ഡ് ആഫ്റ്റർ. ബീമിന്റെ സൈഡുകൾ റിമൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 16 തൊട്ട് 24 അവർ എന്നാണ് പറഞ്ഞിരുന്നത്. അത് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ 1 day. The dam roof cost DPC is measured in. DPC നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? മീറ്റർ സ്ക്വയറിലാണ്. എസ്റ്റിമേഷന്റെ പോർഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാം റൂഫ് കോസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. If the B is the formation width, D the height of embankment, side slope S is to 1 for the highway with no transverse slope, the area of cross section. ഈ ഫിഗറിൽ അതാണ് കാണിച്ചിരിക്കുന്നത്, ആ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഫോർമേഷന്റെ വിഡ്ത്ത് ബി ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഡി ആണ്, സ്ലോപ്പ് എസ് ഈസ് ടു 1 ആണ് എങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബി ഡി പ്ലസ് എസ് ടി സ്ക്വയർ. അതിന്റെ ഡെറിവേഷൻ ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. ബി ഡി പ്ലസ് എസ് ടി സ്ക്വയർ. The volume of cement contained by 1 bag is called. ഒരു ബാഗ് എന്ന് പറയുന്നത് 50 kg ആണ്, 35 ലിറ്റർ ആണ്, ആൻഡ് 0.035 m² ആണ്. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി 0.035 m². The width of formation of a road means the width of. ഫോർമേഷന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ചെയ്യുന്നത്? ഫോർമേഷൻ വിഡ്ത്ത് അല്ലെങ്കിൽ റോഡ് വേ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന്റെ വിഡ്ത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരേജ് വേ പ്ലസ് അപ്പുറവും ഇപ്പുറവും ഉള്ള 2 ഷോൾഡർ. സോ അതന്നെയാണ് ആൻസർ ഓപ്ഷൻ ബി പെർമനന്റ് ആൻഡ് ഷോൾഡർ. ക്യാരേജ് വേറെ വേറൊരു പേരാണ് പെർമനന്റ്. അതും അപ്പുറവും ഇപ്പുറവും ഉള്ള ഷോൾഡറും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർമേഷൻ വിഡ്ത്ത് അല്ല എങ്കിൽ റോഡ് വേ കിട്ടുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി പെർമനന്റ് ആൻഡ് ഷോൾഡർ. The convexity provided to the carriageway between the crown and the edge of pavement is known as.
റോഡ് ക്രോസ് സെക്ഷന്റെ ഹയസ്റ്റ് പോയിന്റ് ആണ് ക്രൗൺ. ആ ക്രൗൺ തൊട്ട് പെർമനന്റിന്റെ എഡ്ജ് വരെയുള്ള ആ ഒരു ലൈൻ സ്ലോപ്പിനെയാണ് വിളിക്കുന്ന പേരാണ് കേംബർ എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മളിത് കൊടുക്കുന്നത് ഈസി ഡ്രെയിനേജിന് വേണ്ടിയാണ്. സോ ആൻസർ എന്ത് വരും അപ്പം? ആൻസർ ഓപ്ഷൻ ബി കേംബർ. ഈ കേംബർ തന്നെയാണ് ക്രോസ് ഫോള്, ക്രോസ് സ്ലോപ്പ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതൊരു റോഡ് സെക്ഷന്റെ ട്രാൻസ്വേഴ്സൽ സ്ലോപ്പാണ്, ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള സ്ലോപ്പാണ്. നമ്മൾ സാധാരണ ഇത് കൊടുക്കുന്നത് എന്തിനാണ്? ഈസി ഡ്രെയിനേജിന് വേണ്ടിയാണ്. The steepest gradient permitted on the roads which in the ordinary condition does not exceed is known as. ഓർഡിനറി കണ്ടീഷനിൽ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള ഗ്രേഡിയന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റൂളിംഗ് ഗ്രേഡിയന്റ് ആണ്. റൂളിംഗ് ഗ്രേഡിയന്റ് ആണ് IRC പെർമിറ്റ് ചെയ്ത് ഡിസൈനേഴ്സിന് പ്രിഫർ ചെയ്യുന്ന ഗ്രേഡിയന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂളിംഗ് ഗ്രേഡിയന്റ് ആണ്. ഓർഡിനറി കണ്ടീഷനിൽ അതാണ് മാക്സിമം ഗ്രേഡിയന്റ്. ഇനി മാക്സിമം അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് പറയണമെങ്കിൽ അതൊരു ഓർഡിനറി കണ്ടീഷനിലുള്ളതല്ല. അതിനകത്ത് ടോപ്പോഗ്രഫിയോ ഫണ്ടോ ഒരു ഫാക്ടറായിട്ട് വരുന്ന സമയത്താണ് ലിമിറ്റിംഗ് അല്ലെങ്കിൽ മാക്സിമം ഗ്രേഡിയന്റ് അവിടെ ഉപയോഗിക്കേണ്ട അവസ്ഥയുള്ളൂ. അത് മാക്സിമം ഗ്രേഡിയന്റ് തന്നെയാണ്. റൂളിംഗ് ഗ്രേഡിയന്റിനെ കാട്ടി കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഗ്രേഡിയന്റ് കൊടുക്കുന്നതാണ് ഈ മാക്സിമം അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിന്റെ കണ്ടീഷൻ എന്താണ്? ടോപ്പോഗ്രഫിയോ ഫണ്ടോ ഒരു ഫാക്ടർ ആണെങ്കിൽ മാത്രം കൊടുക്കുന്ന മാക്സിമം ഗ്രേഡിയന്റ് ആണ് മാക്സിമം ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് മിനിമം ഗ്രേഡിയന്റ്. മിനിമം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും കൊടുക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രേഡിയന്റ് ആണ്. നമ്മൾ ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടിയാണ് ആ ഗ്രേഡിയന്റ് കൊടുക്കുന്നത്. എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ലെസ്സർ ദാൻ ഓഫ് മിനിമം ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മാക്സിമം ഓഫ് ദ മാക്സിമം ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഗ്രേഡിയന്റിനെക്കാട്ടും കൂടുതലുമായിരിക്കണം. അതാണ് എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ. അത് ഈ പറഞ്ഞ എല്ലാ ഗ്രേഡിയന്റിനെക്കാളും കുറച്ചുകൂടി സ്റ്റീപ്പർ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്താണ്? ഒരു ഓർഡിനറി കണ്ടീഷനിൽ ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ സ്റ്റീപ്പസ്റ്റ് ഗ്രേഡിയന്റ് ഏതാണെന്നാണ്. അത് ആൻസർ എന്താണ്? റൂളിംഗ് ഗ്രേഡിയന്റ്. In nature, water may occur as. നേച്ചറിൽ വെള്ളം എങ്ങനെയൊക്കെയാണ് ഒക്കുർ ചെയ്യാറുള്ളതെന്നാണ് ചോദ്യം. അത് ലിക്വിഡ് ആയിട്ടും സോളിഡ് ആയിട്ടും വേപ്പർ ആയിട്ടും ഒക്കുർ ചെയ്യാറുണ്ട്. ജനറൽ ക്വസ്റ്റ്യൻ ആണത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. If two forces 3 kg and 4 kg acts right angle to each other, their resultant force will be equal to. ഫസ്റ്റ് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ രണ്ട് ഫോഴ്സുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ആണ് R is equal to √p² + q² + 2pq cos θ. ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? റൈറ്റ് ആംഗിളിനാണ്. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്തായി? 90 ആണ്. 90 ആകുമ്പോൾ cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം ബാക്കി എല്ലാ പോർഷനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ √3² + 4² എന്ന് പറയും. ആൻസർ എന്ത് വരും? ആൻസർ 5 kg. √3² + 4² ആണ് 5 kg എന്ന് പറയുന്നത്. On a ladder resting on the rough and leaning against the smooth vertical wall, the force of friction acts. ഫിഗറിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ലാഡർ റെസ്റ്റ് ചെയ്യുകയാണ് ഒരു സ്മൂത്ത് വെർട്ടിക്കൽ വാളിനകത്ത്. അപ്പൊ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി പെർപെൻഡിക്കുലർ ടു ദ വോൾ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അവിടെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബോളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. The moment of inertia of a triangular section about the centroidal axis parallel to the base is. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ട്രയാങ്കിൾ സെക്ഷൻ ആണ്. അത് ഏതുവഴിയാണ് പാസ് ചെയ്യുന്നത്? അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ആണ് bhq/36. കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ട്രയാങ്കിൾ സെക്ഷൻ ദാറ്റ് വിൽ പാസസ് ടു ദ സെൻട്രോയിഡൽ ആക്സിസ്. ആൻസർ bhq/36. Poisson's ratio. Poisson's ratio, it is a ratio of lateral strain to the longitudinal strain. Lateral strain divided by longitudinal strain ചെയ്യുന്നതാണ് Poisson's ratio എന്ന് പറയുന്നത്. The trigonometrical survey is also known as. Trigonometrical survey നമ്മൾ ജിയോഡറ്റിക് സർവേകൾ എന്നാണ് വിളിക്കുന്നത്.
സോ സർവേയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേസിനകത്തൊക്കെ ഈ ലാൻഡ് സർവേ, അസ്ട്രോണമിക്കലും ജിയോളജിക്കൽ പ്ലെയിനും ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. A triangle is said to be well conditioned when it's contained. ഒരു ട്രയാങ്കിൾ വെൽ കണ്ടീഷൻഡ് ആണെന്ന് പറയണമെങ്കിൽ ആംഗിളുകൾ 30നും 120നും ഇടയിലായിരിക്കണം ഇരിക്കേണ്ടത്. അതാണ് അങ്ങനെയുള്ള ആംഗിളുകളിലാണ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പൊ ഇവിടുന്ന് ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ സി, നോ ആംഗിൾ ഗ്രേറ്റർ ദാൻ 120 ആൻഡ് ലെസ് ദാൻ 30. അതാണ് ഇൻ ബിറ്റ്വീൻ, ഈ വാല്യൂവിനകത്തായിരിക്കണം. 30ക്കും 120ക്കും ഇടയിലായിരിക്കണം. അല്ലാതെ 120യെക്കാട്ടി കൂടുതലോ അല്ലെങ്കിൽ 30നെക്കാട്ടി കുറവുള്ള വാല്യൂസോ ആയിരിക്കരുത് കിട്ടേണ്ടത്. സോ അപ്പൊ ആൻസർ എന്ത് വരും? ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ആംഗിൾസ് എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 120 ആൻഡ് ലെസ് ദാൻ 30. ക്യുമുലേറ്റീവ് എറർ ആർ പ്രപ്പോർഷണൽ ടു. അപ്പോൾ ക്യുമുലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മെഷർമെന്റ് ത്രൂ ഔട്ട് വാല്യൂസിനും ഈ എറർ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ടെമ്പറേച്ചറിന്റെ ഒരു എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ മെഷർമെന്റ് എടുക്കുന്ന എല്ലാ മെഷർമെന്റ് അല്ലെങ്കിൽ എല്ലാ എടുക്കുന്ന ബിയറിങ്സിലും ഈ ഒരു വാല്യൂ ചേഞ്ചസ്, ആ ഒരു ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കും. സോ അതാണ് ക്യുമുലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ. ഒന്നെങ്കിൽ വാല്യൂ കൂടി പോകും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ കുറഞ്ഞു പോയി. എല്ലായിടത്തോട്ടും സൈൻ ഒരേ രീതിയിലായിരിക്കും പോകുന്നത്. ഒന്നെങ്കിൽ പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ. ക്യുമുലേറ്റീവ് എറർ എപ്പോഴും പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ലൈൻ ആണ്. ലെങ്ത് ഓഫ് ലൈന് ക്യുമുലേറ്റീവ് എറർ എന്താണ്? പ്രപ്പോർഷണൽ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലെങ്ത് ഓഫ് ലൈൻ. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് OPC ഈസ്. OPCയുടെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ്. മിനിമം നമ്മൾ പറയുന്നത് OPCയുടെ സെറ്റിംഗ് ടൈം 30 മിനിറ്റ് ആണ്, ആ മിനിമം വാല്യൂ. മാക്സിമം 10 അവേഴ്സുമാണ്. ഇനിഷ്യൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും OPCക്ക് 30 മിനിറ്റ്സിനെക്കാട്ടി കുറയാൻ പാടില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ്. സോ ഇത്രയാണ് കേരള വാട്ടർ അതോറിറ്റി 45/2011 ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. Like and share. Thank you.